എന്താ മോളുടെ തീരുമാനം? ആ ഹോട്ടൽ ഇങ്ങനെ പൂട്ടിക്കിടന്ന മോൾക്ക് മനസ്സമാധാനം കിട്ടോ? പക്ഷേ എനിക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല ഗോപിയച്ച. എന്നാൽ ആളോടതൊരു തീർപ്പായിട്ട് പറയുക, ഒരു അനിശ്ചിതത്വം വേണ്ട. വൈകണ്ട, ഇന്ന് തന്നെ ആയിക്കോട്ടെ. ലക്ഷങ്ങളുടെ കച്ചവടം നടക്കുന്ന റെസ്റ്റോറന്റാ. കടല് കടന്നും പേര് കേട്ടത്. നമ്മളായിട്ടൊരു പേര് ദോഷത്തിന് കൂട്ടുവേണ്ട. ഇങ്ങോട്ട് വന്നേ, ഇവിടെ വയ്ക്കേ, നടക്കാങ്ങോട്ട്. ഒരു ഉപദേശി വന്നിരിക്കുന്നു. അമ്മേ, ഞാൻ കൊണ്ടുപോയി വിടാമേ. വേണ്ട മോളെ, മോൾ ഓഫീസിൽ ലേറ്റ് ആവണ്ട. നിഖിലിന്റെ കൂടെ പൊയ്ക്കോ. ഈ മീര ചേച്ചി ഇത് എവിടെ പോയി കിടക്ക? കാണുന്നുമില്ലല്ലോ. താമസമുണ്ട് ചേച്ചി. ആരോടോ തന്റെ ചേച്ചി? കോൾ മീ മാം. ശരി മാഡം, താമസമുണ്ടോ? ഒരാളുകൂടി വരാനുണ്ട്. ആ പിന്നെ എന്നെ രാജ് കിച്ചന് പുറകിലുള്ള റോഡിൽ വിട്ടാ മതി. കൂടെ വരുന്ന ആളെ ആഴിമലയിലും. ആഴിമലയിലോ? അവിടെ എത്താൻ 1-2 മണിക്കൂർ പിടിക്കും മാഡം. ആണോ? ചോദിക്കുന്ന കാശ് തരുന്നില്ലേ? താൻ ഓടാൻ വേണ്ടിയല്ലേ ഈ സാധനം കൊണ്ട് നടക്കുന്നത്? പറഞ്ഞ കേട്ടാ മതി. ശരി മാഡം. മീര ചേച്ചി എങ്ങോട്ടാ? രാജ് കിച്ചനിലോട്ടാ? അതെ. എന്നാ നമുക്ക് ഒരുമിച്ച് പോവാം. ആ വഴിക്ക് എനിക്കും പോവണ്ടേ. ഇടയിൽ ഇറങ്ങുന്നേ ഉള്ളൂ. ചേച്ചി ഈ ഓട്ടോയിൽ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മതി. ശരി. ആ പിന്നെ ചേച്ചി വരുന്നോണ്ട് ഓട്ടോക്കാരനോട് പറഞ്ഞിട്ടുണ്ട് രാജ് കിച്ചനിലോട്ട് പോണെന്ന്. ബാ ബാ, കേറിക്കോ. പോവാം. ബഹളം വെക്കാതിരിക്കൂ പ്ലീസ്. ചില പ്രത്യേക കാരണങ്ങളാൽ റെസ്റ്റോറന്റ് പൂട്ടിയിട്ടിരിക്കുക. നിങ്ങൾ റെസ്റ്റോറന്റ് തുറക്കുന്നേ ഞങ്ങൾ ഇത്രയും ദൂരെ നിന്ന് വരുന്നില്ല. നല്ല ഭക്ഷണം കഴിക്കാനല്ലേ ഇവിടോട്ട് വരുന്നത്. അതിപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നേ? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പറ. സർ, പുറത്ത് തിരക്ക് കൂടി വരുമോ? അതിന് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല മിലി. എനിക്ക് മനസ്സിലാവും സർ, പക്ഷെ പുറത്ത് നിൽക്കുന്നവരെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ഫോണിനും വിശ്രമമില്ല. പാഴ്സലെങ്കിലും കൊടുക്കാൻ ചോദിച്ച ആൾക്കാർ വിളിക്കുന്ന. കിച്ചൺ റെഡിയാണ് സാർ, ഒന്ന് മൂളിയാ മതി, കാര്യങ്ങളെല്ലാം പഴയതുപോലെയാവും. വേണ്ട. സർ, നമ്മുടെ ഗുഡ്വില്ലാണ് പോകുന്നത്. ആ ഗുഡ്വിൽ ഉണ്ടാക്കിയ ആള് തന്നെ പറയുന്നേ പൂട്ടിയിടാ. എങ്കിൽ ഞാൻ മീര മാമിന്റെ വീട്ടിൽ പോവാൻ സർ. അവരെ വിളിച്ചോണ്ട് വരാം. വേണ്ട, അവര് പുറപ്പെട്ട് കാണും. ഇങ്ങനെ നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്യും സർ? നമുക്കൊരു 11 മണി വരെ നോക്കാം. ഇപ്പൊ സമയം 10:30. അതായത് അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറന്റ് തുറക്കും. ഞാൻ പോയി കിച്ചൺ റെഡിയാക്കട്ടെ. മിലി സർ, അതുവരെ എനിക്കൊരു ഫോൺ കോളും വേണ്ട, ആരെയും കാണാൻ വേണ്ട. ഏറ്റു സർ. ചേട്ടാ ഒന്ന് നോക്കി ഓടിക്ക്, എന്റെ നടു ഓടിയുന്നു. ശരി മാഡം. ഈ വഴിയല്ലല്ലോ വിമലെ രാജ് കിച്ചണിലേക്ക് പോകുന്നത്. ഇത് ഷോർട്ട് കട്ടാ ചേച്ചി, ഷോർട്ട് കട്ടാ.
ചേട്ടാ അവിടെ ഒന്ന് ഒതുക്കി നിർത്തണേ. ചേച്ചി എനിക്കിവിടെ ഇറങ്ങണം, ഒരു അത്യാവശ്യമുണ്ട്. എന്നാ ശരി. ചേച്ചിയുടെ പൈസ ഞാൻ കൊടുത്തേക്കാം. അത് വേണ്ട വിമലേ. ഓ അതൊന്നും സാരമില്ലെന്നേ. പോകാം. ഓ ശരി. ഒന്ന് മറിക്കാം. അവിടെ നിൽക്കാം. നിങ്ങൾ എങ്ങോട്ടായി കയറി പോകുന്നത്? അരവിന്ദ് രാജായിട്ടെ പേഴ്സണലായിട്ട് അടുപ്പമുള്ള ആളാ. ഇങ്ങോട്ട് മാറിക്കേ. മാം പ്ലീസ്. അങ്ങോട്ട് പോണെന്ന്. പറ്റില്ല മാം. പ്ലീസ് മാം, കാര്യങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾക്കിപ്പോ പോവാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ ബോധമില്ലേ? എന്നെ മനസ്സിലായിട്ടില്ലല്ലേ? ഞാൻ വിമല ഉദയൻ. നിങ്ങൾ ആരാണെങ്കിലും വേണ്ടില്ല, ഹോട്ടലിൽ നിന്ന് ഓഫാണ്. നിങ്ങളെന്താ ഇങ്ങനെ? എന്റെ വീട്ടിൽ വന്ന് ചക്കപ്പായസം ഉണ്ടാക്കാൻ പഠിച്ച ആളായി ഈ അരവിന്ദ് രാജ. അതിന്റെ വീഡിയോ നോക്കിയാ മതി, യൂട്യൂബിൽ കാണും. അതിന് ലൈക്ക് എത്ര കിട്ടിയെന്നറിയാവോ? നിങ്ങളും അറിഞ്ഞതല്ലേ കാര്യങ്ങളൊക്കെ? ഓ, വിമല ഉദയൻ. അതെ, വിമല ഉദയൻ. പക്ഷെ ഇന്ന് സാറിനെ കാണാൻ പറ്റില്ല മാം. എനിക്ക് അരവിന്ദ് സാറിനെ കണ്ടേ പറ്റൂ. പത്രത്തിൽ വാർത്ത കണ്ട് വന്നതാ ഞാൻ. മാം, പത്രത്തിൽ ഇന്നും മുഖ്യമന്ത്രിയെ കുറിച്ച് വാർത്ത വരാറുണ്ട്. എന്ന് കരുതി നിങ്ങൾ അദ്ദേഹത്തെ ഇന്നും കാണാൻ പോവാറുണ്ടോ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സാറിന് എന്താ സുഖമില്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ ഉണ്ടാക്കിയ ചക്കപ്പായസം കഴിച്ചുകൊണ്ടാണോ? നിങ്ങൾ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? നിങ്ങൾ ചെന്ന് സാറിനോട് പറയൂ വിമല ഉദയൻ വന്നിട്ടുണ്ടെന്ന്. ചെല്ല്. മാം, ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസും പൊളിറ്റിക്കൽ ലീഡേഴ്സും ഇന്ന് സാറിനെ വിളിച്ചു. ആരെയും കാണാൻ താല്പര്യമില്ലെന്ന് സാർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ ഇപ്പൊ ചെന്ന് പറയൂ വിമല ഉദയൻ വന്നിട്ടുണ്ടെന്ന്. ചെല്ല്. ഒരു വിശേഷം ഉണ്ടാവില്ല മാം. പ്ലീസ് കാര്യങ്ങൾ മനസ്സിലാക്കൂ. എന്നാ ഞാൻ നാളെ വരട്ടെ. റെസ്റ്റോറന്റ് ഓപ്പൺ ആണെന്ന് അറിഞ്ഞ വരൂ. ഞാനൊന്ന് നോക്കട്ടെ. ഇവളുമാരുടെ ഒരു കാര്യം. എങ്ങോട്ടാ പോകേണ്ടത്? രാജ് കിച്ചണിലേക്കാ പോകേണ്ടത്. രാജ് കിച്ചനോ? രാജ് കിച്ചൻ തന്നെയാണല്ലോ. അതെ, അവിടെ തന്നെ കൊണ്ടുവിടണേ. ഓ ശരി. സർ, പുറത്ത് പിന്നെ ആള് കൂടി വരുവാ. 11 മണിയാവാറായി. ഞാൻ റെസ്റ്റോറന്റ് തുറക്കട്ടെ? 5 മിനിറ്റ് ബാക്കിയുണ്ട് 11 ആവാൻ. ഇനിയുള്ള ജീവിതം തീരുമാനിക്കുന്ന 5 മിനിറ്റ്. എനിക്ക് ഇവിടെ തന്നെ വരേണ്ടിയിരുന്നത്. താങ്ക്സ്. ഒപ്പം ഉണ്ടായിരുന്ന ചേച്ചി അറിയുന്ന ആളാണോ? അതെ, എന്റെ അയലത്തെ ഫ്ലാറ്റിലെ ആളാ. അപ്പോ ഇനിയും കാണുമല്ലോ അല്ലേ? അതെ. എന്താ? ഇത് അവർക്ക് കൊടുക്കണം. എന്നിട്ട് പറയണം പാവങ്ങളാണെന്ന് കരുതി അഭിമാനം വെച്ച് ജീവിക്കുന്നവരാണെന്ന് കരുതരുതെന്ന്. എന്താന്ന് വെച്ചാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. നിങ്ങൾ ദയവ് തുറക്കുന്നേ. നിങ്ങൾ ഞങ്ങളെ തടഞ്ഞിട്ട് ഒരു
ആരൊപ്പം ഉള്ളപ്പോഴാണോ മനസ്സ് ശാന്തമാകുന്നത്, ആ ആളാണ് സുഹൃത്ത്. എന്താ ഈ കാട്ടിയിരിക്കുന്നത്? അകത്തേക്ക് വരൂ. അതെ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കാൻ വന്നതാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. അതിനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാനാ ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ ഞാൻ എന്ത് പഠിപ്പിക്കാനാ? നിങ്ങൾക്കറിയാത്തതായിട്ട് എന്താ ഉള്ളത്? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേട്ടോണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് മനസ്സിലാവാത്തത്, നിങ്ങൾക്ക് ഈ കാര്യം ഫോണിൽ കൂടി പറയാമായിരുന്നില്ലേ? അല്ലേ മിലി? മാം, നിങ്ങൾ വന്നത് നന്നായി. ഞാൻ രക്ഷപ്പെട്ടു. 1 minute, മാം. This apron is for you. എന്താ ഇത്? നിങ്ങളൊന്ന് അവരോട് പറയൂ. ഇതെന്താ ഈ കാണിക്കുന്നത്? മാം, 1 മിനിറ്റ്. ദേ, കഴിഞ്ഞു. ആ ക്യാപ്പിങ് തന്നെ. ദാ, ഈ ക്യാപ്പും കൂടെ വെച്ച കഴിഞ്ഞു. വൗ, മാം, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. മാം, എന്താണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന സ്പെഷ്യൽ ഡിഷ്? ഞാനതിന് മിലി, അവർ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ? പക്ഷേ മീര മാം. മിലി, അവരെ ഫോഴ്സ് ചെയ്യണ്ട. എന്നാ സർ പറയൂ മാമിനോട്. നീ അവരെ ഏപ്രിൻ അണിയിക്കുന്നു, ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നു. അവർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? ഏപ്രിനും ക്യാപ്പും അണിയിച്ചു കൊടുത്താ ഫോഴ്സ് ചെയ്യുന്നു എന്നാണോ? പിന്നെന്താണ്? മീര മാമിന്റെ പുതിയ ഡിഷ് ഇല്ലെങ്കിലേ റെസ്റ്റോറന്റ് അടച്ചിടൂന്ന് സാറല്ലേ പറഞ്ഞത്? പുതിയ ഡിഷ് പ്രിപ്പയർ ചെയ്യിക്കാനാ ഞാൻ നോക്കുന്നത്. രാജ് കിച്ചൺ അങ്ങനെ പൂട്ടിയിടാൻ പറ്റില്ല സർ. ഇത് എന്റെ റെസ്റ്റോറന്റ് ആണ്. അത് പൂട്ടണോ തുറക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. എന്നാര് പറഞ്ഞു? സർ, അങ്ങോട്ട് നോക്കൂ സർ. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ. കലിതുള്ളും കടലും ഇരുളറിയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ. എന്നാ നമുക്ക് തുടങ്ങാം. ആദ്യം എന്താ വേണ്ടത്? ആദ്യം എനിക്ക് കുറച്ച് കുങ്കുമവും ചന്ദനവും വേണം. കുങ്കുമവും ചന്ദനം കൊണ്ട് മാം എന്താ ഉണ്ടാക്കാൻ പോന്നെ? ഞാൻ എന്നും രാവിലെ പാചകം തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റൗവിലെ കുങ്കുമവും ചന്ദനവും തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഗീത, വേഗം പോയി കുങ്കുമവും ചന്ദനം എടുത്തുണ്ടോ. കപ്പ ബിരിയാണി ഇതേത് സ്റ്റൈലാ മാം? കോട്ടയം സ്റ്റൈൽ. ഓ, അവിടെയാ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി കിട്ടുന്നത്. ഓ, കൂടെ എന്റെ ചെറിയ പൊടിക്കൈകളും ഉണ്ട് കേട്ടോ.
കോട്ടയം പ്ലസ് മീര സ്റ്റൈൽ. സാർ സാറ് റെസിപ്പി എഴുതിയെടുക്കുന്നുണ്ടോ? ഏയ് ഇല്ലില്ല, ഞാൻ കേട്ട് മനസ്സിലാക്കിക്കോളാം. ഇവിടെ കപ്പ മസാല എല്ലാം ഉണ്ട്. ഇവിടെ മാമിന് വേറെന്തൊക്കെയാ വേണ്ടെന്ന് പറയും. തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില. തേങ്ങയൊന്ന് ചിരകണമായിരുന്നു. മെഷീനുണ്ട്. അത് വേണ്ട, ഞാൻ ചിരകിക്കൊള്ളാം. ഞാൻ പറയുന്നതൊക്കെ എടുത്തു തന്നാ മതി. ജിസൈൽ, എന്താ വേണ്ടെന്ന് വെച്ചാ എടുത്തു കൊടുക്ക. ഇറച്ചി വേവിക്കാൻ മീറ്റ് മസാല, മുളക് പൊടി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വേണം കേട്ടോ. എല്ലാം ഉണ്ട് മാം. മാം, ഇനി എന്താ വേണ്ടത്? ആ ഇറച്ചി ഒന്ന് നോക്കൂ. ഓക്കെ. പല വേഷം കെട്ടും അടവായിരം, നാത്തുമ്പത്തായി നുണയായിരം, നാം ഒന്നായി ചേരും നിമിഷത്തിനായി കൂടെ തന്നെ പോന്നീലയോ. നറുമുല്ലപ്പൂവിൻ വിരിയിൽ ചെറുനാടം മൂടും ചിരിയിൽ ഈ ജന്മം തേടും സാഫല്യമായി, ഈ ജന്മം തേടും സാഫല്യമായി. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ, കലിതുള്ളും കടലും ഇരുളറിയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ.
മനസാനന്ദത്തിൻ ആകാശമായി മനസാനന്ദത്തിൻ ആകാശമായി. കഴിഞ്ഞു. ഇനി പാത്രം തരൂ. ജിസേൽ, മാം. കഴിച്ചു നോക്കൂ.